ഓണം വരുമ്പോഴേക്ക് നമുക്കൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ. 3 പച്ചമാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ തുടച്ചെടുക്കണം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒരു 3-4 മണിക്കൂർ വെക്കാം. 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഇഞ്ചി നുറുക്കിയതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നുറുക്കിയതും 2 പച്ചമുളകും കറിവേപ്പില നുറുക്കിയതും ഒക്കെ ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ നാടൻ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചെറിയ തീയിൽ ചൂടാക്കി ഇതിന്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവയും 1/2 ടീസ്പൂൺ കായംപൊടിയും 1/2 ടീസ്പൂൺ കടുക് വറുത്ത് ചതച്ചതും ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് 2-3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കണം. മാങ്ങയുടെ പുളി കൂടെ നോക്കിയിട്ട് ചേർത്താൽ മതി. ഗ്രേവി കുറവുണ്ടെങ്കിൽ 2-3 സ്പൂൺ തിളച്ച വെള്ളം കൂടെ ചേർക്കാം. ഇനി എല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ മാങ്ങ ഉപ്പുനീരോടെ തന്നെ ഇതിലേക്ക് ചേർക്കാട്ടോ. ഇതിന് ചൂടാക്കൊന്നും വേണ്ട. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒട്ടും വെള്ളമില്ലാത്ത ഒരു കുപ്പിയിലേക്ക് അടച്ചു വെച്ചാൽ മതി. 3-4 ദിവസത്തിന് ശേഷം കഴിക്കാൻ എടുക്കാം. അപ്പൊ നല്ലൊരു മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.